എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടെക് അച്ചു സിമ്പിൾ ടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ കേരള SSLCയുടെ ഫലം ഏകദേശം 30/6/2020 നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സാഹചര്യമാകുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ ഒരു ഇതിൻ്റെ കാര്യമാണ്. അതായത് കേരളയുടെ റിസൾട്ട് എങ്ങനെയാണ് നോക്കുക, SSLCയുടെ റിസൾട്ട് എങ്ങനെയാണ് നോക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം പുതുതായിട്ട് എല്ലാ കൂട്ടരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള SSLC ഈ വട്ടം എഴുതിയ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഇത് ഷെയർ ചെയ്യണം. അറിയാവുന്നവർ ഇത് അവർക്ക് കൊടുക്കാതിരിക്കരുത്, അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി സൈറ്റുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇപ്പോഴത്തെ നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം 30/6/2020 ജൂണിൽ, അതായത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഇതിൻ്റെ റിസൾട്ട് അനാലിസിസ് നടത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് കയറുക. പ്ലേ സ്റ്റോർ എല്ലാവർക്കും അറിയാലോ. പ്ലേ സ്റ്റോറിലേക്ക് കയറുമ്പോഴത്തേന് നിങ്ങൾക്ക് സഫലം 2020 കൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ടാവും. ആ ആപ്പ് ഇതാണ്. ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരാം. ഇതാണ് ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ, ആ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഓരോ സ്കൂൾ വൈസും ഫുൾ A+ പാസ്സായിട്ടുള്ളവരും അതിൻ്റെ ഹാഫ് ആയിട്ടുള്ളവരുടെയൊക്കെ തന്നെ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ HSC VHSC റിസൾട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് നടത്താവുന്നതാണ്. ഓരോ സ്കൂളിൻ്റെയും പ്രത്യേകം രീതിയിലുള്ള കാര്യങ്ങൾ സഫലം 2020 അനുസരിച്ച് ഇപ്പോൾ നാളെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് സഫലം 2020. ഇങ്ങനെ നോക്കി കൊടുക്കുക കറക്റ്റായിട്ട്. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അനാലിസിസ് വേഗത്തിൽ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം 30-ാം തീയതി എല്ലാ കൂട്ടുകാർക്കും നെറ്റ് കയറുമ്പോഴത്തേനും എല്ലാവരും കൂടി കയറിക്കുമ്പോഴത്തേനും ഹാങ് ആവും. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും ഒരുപാട് കൂട്ടുകാർക്ക് ഇതൊന്നും അറിയാതെ ഇരിക്കാനായിട്ട് ആർക്കും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു 8 രീതിയിലുള്ള ഒരു റിസൾട്ട് അനാലിസിസ് എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റ് സൈറ്റുകളിൽ കയറിയാൽ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഇതിനകത്തിൽ പറയുന്നു. അപ്പം ഇതാണ് ഒന്നാമത്തെ ആപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ ആപ്പിനെ പറ്റിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. SSLCയും HSCയും VHSCയും നിങ്ങൾക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റിലത്തെ റിസൾട്ട് ഞാൻ ഇപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റുകളൊക്കെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ പാർട്ടിലേക്ക് കൊടുത്തിരിക്കാം. എല്ലാവരും അതിൽ കയറിയിട്ട് ലിങ്ക് കോപ്പി ചെയ്താൽ അല്ലെങ്കിൽ അതുവഴി നേരിട്ടെടുത്താൽ മതിയാവും. ഓക്കെ, ഫസ്റ്റിലത്തെ അനാലിസിസ് എന്ന് പറയുന്നതാണ് റിസൾട്ട്. എല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും കേട്ടോ. result.kit.kerala.gov.in എന്നുള്ളതാണ് ഫസ്റ്റിലത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ result.kerala.nic.in kerala.result.nic.in എന്നുള്ളതാണ് മൂന്നാമത്തെ. കേരള pareeshabhavan.in എന്നുള്ളതാണ് അടുത്തത്. കേരള pareeshabhavan.in. ഓക്കെ, sslcexam.kerala.gov.in എന്നുള്ളത് അടുത്തത്. education.kerala.gov.in എന്നുള്ളതാണ് അടുത്ത വെബ്സൈറ്റ്. അതുപോലെ തന്നെ prd.kerala.gov.in, അതുപോലെ തന്നെ dhse.kerala.gov.in. അപ്പോൾ ഞാനിത് പറയുന്ന കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ പാർട്ടിലേക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഞാൻ അപ്പോൾ അതുപോലെ തന്നെ HSCയും VHSCയും ഇതിനകത്ത് നോക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.